തടങ്കലിൽ വെച്ചു. വിചാരണ കൂടാതെ തടങ്കലിൽ വെച്ചു. 30 ദിവസത്തിന് ശേഷം എന്നെ വിട്ടു. ഒരു കുറ്റവുമില്ല, ഒന്നുമില്ല, വിചാരണയില്ല, മനുഷ്യരെ വെറുതെ തടങ്കലിൽ വെക്കുക. ഇത് നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ ജനാധിപത്യ യുഗത്തിൽ നടക്കാൻ പാടില്ലാത്തതാണ്. നടന്നുകൊണ്ടിരിക്കുന്നു. Dr. Binayak Sand, they've called you the man of the people, protecting human rights, resisting human wrong. Who is a terrorist in the eyes of the people? Who is a terrorist in the politics of power? I was accused of passing messages from Mr. Sanyal to a person outside the jail, and Mr. Sanyal was alleged to be an activist of the CPI Maoists. First I was in jail as an under trial. ഇന്റർനാഷണൽ കോണ്ടെക്സ്റ്റിലും ഒരു നാഷണൽ കോണ്ടെക്സ്റ്റിലും നമ്മുടെ ഒരു സ്റ്റേറ്റ് കോണ്ടെക്സ്റ്റിലും മുസ്ലിങ്ങൾ ടാർഗറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാലത്ത് ഒരു മുസ്ലിയാർ രാഷ്ട്രീയത്തിൽ ഒടുങ്ങാൻ വിസമ്മതിച്ച ഒരാളാണ് മദനി. റാഡിക്കലായ ഒരു ഇസ്ലാമിൻ്റെ ഈ കാലത്തെ റോൾ എന്തെന്ന് അത് ആദ്യം തിരിച്ചറിഞ്ഞ ആൾ മദനിയാണ്. ജീവിക്കാനുള്ളതായ അവകാശം ഭരണഘടനയിലുണ്ട്, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. മദനിയുടെ ഉദാഹരണം നോക്കുക. ഈ 9 കൊല്ലം തടയിൽ നിന്ന് അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടവർ ആര് ഉത്തരവാദി? The entire media, the entire Malayalam media was constantly writing that Madani was involved in all this conspiracy to administer the blast in Bangalore in 2008. So I started my investigation on this point. വിഷയത്തിൽ ഞാൻ തീർത്തും നിരപരാധിയാണ്. അത് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്കും അറിയും. അവര് പലരെ കൊണ്ടിട്ടും മൊഴിയെടുപ്പിച്ചത് മറ്റുള്ള കേസുകളിൽ പെടുത്തിക്കും, അങ്ങനെ ബുദ്ധിമുട്ടിക്കും, അങ്ങനെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് എനിക്കെതിരെ കേസ് എടുത്തേക്കുന്നത് തന്നെ. My main concern about Madani's case is a person being kept in jail without trial for such a long time. That is against all civilized pursuit of administration and government and justice. Whether he is guilty or not is to be proved. He should be brought before trial. But even from their side, no such thing happening. Is there a right to put somebody in jail? എന്തുകൊണ്ട് അബ്ദുൽ നാസർ മദനിക്ക് ജാമ്യം ലഭിക്കുന്നില്ല എന്നുള്ളത്, എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് നിയമം അറിയാവുന്ന വ്യക്തി എന്ന നിലയിൽ തൃപ്തികരമായ ഉത്തരം എനിക്ക് നൽകാൻ കഴിയില്ല. This man is even today in this condition leading by example because he is not compromising. We all have to stand by him. We all have to strive for his release. And I can assure you that at the end of the day, the truth will prevail. Truth will always prevail.